ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് പുതിയൊരു കണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് എങ്ങനെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ അപ്പീരിയൻസ് എങ്ങനെ ഗുഡായി കാണിക്കാം എന്നുള്ളതാണ്. സോ എങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഫിഗറിന് സ്യൂട്ട് ആവുന്ന ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അതിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് നമ്മുടെ ബോഡി ഫിഗർ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് എന്നുള്ളതാണ്. നമ്മളപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്ന ബോഡി ഷേപ്സ് എന്ന് പറയുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ, ആപ്പിൾ, അത്ലറ്റിക്, പിയർ ആൻഡ് ഹവർ ഗ്ലാസ് ആണ്. നമുക്കിതിലെല്ലാം തന്നെ ഏകദേശം ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പുകളായിരിക്കും. സോ ഓരോ ബോഡി ഷേപ്പിനനുസരിച്ചും നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പം നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു എന്താ പറയുക, ഒരു ഫുൾഫിൽമെൻറ്റ് വന്ന പോലെയാണ്. അതായത് ഇപ്പം ഒരു ഹവർ ഗ്ലാസ് ഷേപ്പിലുള്ള ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതിനെ ആക്സസറൈസ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് അത് എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതിപ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈൻ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ, ആ ഒരു ഗാർമെൻറ്റിൻ്റെ സ്ട്രക്ചർ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പിയർ ഷേപ്പിൽ വരുന്ന ബോഡി ഫിഗർ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സ്, ഇപ്പോൾ ഒരു എ ലൈൻ പോലെയുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ടോപ്പർ സൈഡിലേക്ക് കുറച്ചുകൂടെ വർക്കും എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് ഫോക്കസ് വരുന്ന രീതിയിലുള്ള ഗാർമെൻറ്റ്, അതായത് എ ലൈൻ കുർത്താസ്, എ ലൈൻ ഡ്രസ്സസ്, കുറച്ചൊരു ആ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ അപ്പർ വേർഡ്സിലേക്ക് വരുമ്പം കുറച്ചുകൂടെ മിനിമൽ ആയിട്ടുള്ള വർക്ക്, അതായത് അപ്പർ ബോഡിയിലേക്ക് കുറച്ചുകൂടെ ടോപ്പ് സൈഡിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് വന്നിട്ട് താഴേക്ക് വരുമ്പോൾ കുറച്ച് മിനിമലായിട്ട് വരുന്ന പോലത്തെ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹവർ ഗ്ലാസ് സൈഡാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോഡി ഫിറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ കർവ്സും വേസ്റ്റ് ലൈനും ഒക്കെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് വെയർ ചെയ്യാം. സോ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയെ നമ്മൾ അറിഞ്ഞ് ഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഒരാളുടെ മുമ്പിലേക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടൈപ്പ് തന്നെയാണ്. നമ്മൾ ഏത് ഫിഗറാണ് നമുക്കുള്ളത്, നമ്മളിപ്പോൾ പിയർ ആണോ, ഹവർ ഗ്ലാസ് ആണോ, റെക്റ്റാങ്കിൾ ആണോ, അതോ അങ്ങനെ ഏതാണ് നമ്മുടെ ബോഡി ടൈപ്പ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ആൻഡ് അതിന് പറ്റിയ രീതിയിലുള്ള ഡ്രസ്സസ് നമ്മൾ ചൂസ് ചെയ്യുക, ആക്സസറീസ് നമ്മൾ ചൂസ് ചെയ്യുക, ആ ഒരു ബെസ്റ്റ് വേയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെഷർമെൻറ്റ്സ്, അതായത് ഇന്ന ഷേപ്പിന് ഇന്ന മെഷർമെൻറ്റ്സ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് കിട്ടും. നമ്മുടെ വേസ്റ്റ് ഏരിയ, ബസ്റ്റ് ഏരിയ, ഹിപ്പ് ഏരിയ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫിഗർ ആണെന്നുള്ളത് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബോഡി ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പിയർ ഷേപ്പ് ആണെങ്കിൽ എ ലൈൻ ചൂസ് ചെയ്യുക, ഹവർ ഗ്ലാസ് ആണെങ്കിൽ ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക, പ്രിൻറ്റ്സ് ചൂസ് ചെയ്യുക. ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഗാർമെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ബോഡി ടൈപ്പ് നമ്മൾ നോക്കുമ്പോൾ പല ടൈപ്പ് ബോഡി ടൈപ്പ് ഉള്ളത് പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന വേറൊരു കാര്യമാണ് കുറച്ച് തിന്നർ സൈഡ് അല്ലെങ്കിൽ കുറച്ച് ഫാറ്റി സൈഡ്. ആൻഡ് ഇതിൽ നോർമൽ ഫിഗർ ഉള്ള ആളുകൾ, അതായത് ചിലവർ കുറച്ച് മെലിഞ്ഞിട്ടായിരിക്കാം, ചിലവർ കുറച്ച് വണ്ണമുള്ള ആളുകളായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളവർക്കും ഡ്രസ്സ് ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പം മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുറേ ഇതുണ്ടാവും, അതായത് കുറച്ചുകൂടെ ഫാറ്റി ആയിട്ട് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രസ്സ് ചെയ്യുമ്പം ഏത് ഡ്രസ്സ് ആണെങ്കിലും ഏത് ഫിഗർ ആണെങ്കിലും ഓരോരുത്തർ അവരവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം അതിൽ തന്നെ ചിലവർക്ക് ഉണ്ടാവും കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, എങ്ങനെയാണ് നമ്മളെ കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആക്കിയിട്ട്, മീൻസ് കുറച്ച് നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതുള്ള കുറച്ച് ടിപ്സ് കൂടെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് തിന്നർ സൈഡിലേക്കുള്ളവർക്കായിട്ടുള്ള ടിപ്പ് നോക്കാം. തിന്നർ സൈഡിലേക്കുള്ളവർക്കുള്ള മെയിൻ ഇഷ്യൂ ആയിരിക്കും നമ്മൾ കുറച്ച് മെലിഞ്ഞിരിക്കുവാണ്, നമുക്ക് കുറച്ച് കൂടെ
നമ്മളെ കുറച്ചൊരു ഫാറ്റിയർ സൈഡിലേക്കുള്ള കാണിക്കണം എന്നുള്ളവരുണ്ടാവും, ഇല്ല അവർക്ക് അവരുടെ ബോഡിയിൽ തന്നെ നല്ല കോൺഫിഡൻസ് ഉള്ളവരും ഉണ്ടാവും. സോ അവർക്ക് നമ്മുടെ അതായത് നല്ല രീതിയിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിനുള്ളൊരു ടിപ്പാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ നെക്ക് ലൈൻ നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള പോലത്തെ നെക്ക് ലൈൻ ചൂസ് ചെയ്യുക. അതായത് നമ്മുടെ നെക്ക് ലൈനിലേക്ക് വരുമ്പം നെക്ക് കുറച്ച് മെലിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് തിന്നർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് വരുമ്പം കുറച്ചുകൂടെ നമ്മളെ എടുത്ത് കാണിക്കാൻ നല്ലതാണത്. അതുപോലെ തന്നെ വി നെക്ക് പോലെയുള്ള നെക്കൊന്നും നമ്മൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. അത് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ആയിട്ട് തോന്നിയിട്ട് നമ്മളെ കുറച്ചുകൂടെ തിന്നായിട്ട് കാണിക്കാനാണ് നോക്കത്തുള്ളൂ. സോ നമ്മൾ വി നെക്ക് പോലെയുള്ള നോക്കാണ്ട് പകരം നമുക്ക് എടുക്കാവുന്നതാണ് സ്ക്വയർ റൗണ്ട് നെക്ക് അല്ലെങ്കിൽ സ്ക്വയർ നെക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ നെക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു വിരിവ് തോന്നും. അതായത് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഇതായി എൻഹാൻസ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ആ ടൈപ്പുള്ള നെക്ക് ലൈൻസ് ചൂസ് ചെയ്യാം. ഇല്ല നമുക്ക് കോളർ സൈഡ് നോക്കാം. കോളർ ആണെങ്കിലും പല ടൈപ്പ് കോളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാമാണ്. കോളറൊക്കെ തിന്നർ സൈഡിലേക്ക് വരുന്നവർക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. അതുപോലെ തന്നെ ക്ലോസ് നെക്ക് ടീഷർട്ടൊക്കെ നോക്കുവാണെങ്കിലും ഈ വി ടൈപ്പുള്ള ടീഷർട്ട് ബോത്ത് മെൻ ആൻഡ് വുമൻ വി ഷേപ്പിൽ വരുന്ന പോലത്തെ ടീഷർട്ടൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമ്മൾ കുറച്ചുകൂടെ തിന്നർ സൈഡിലേക്ക് കാണിക്കാനാണ് അത് യൂസ് ആവത്തുള്ളൂ. സോ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോളർ പോലെയുള്ള നെക്ക് ലൈൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ സ്ലീവ് പാറ്റേണിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബൾക്കായിട്ട് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചൊരു പഫ് സ്ലീവ്, കുറച്ചൊരു ഹെവിനെസ് വരുന്ന പോലത്തെ സ്ലീവ്, അല്ലെങ്കിൽ മോർ എന്തെങ്കിലും ഒക്കെ അതിനകത്ത് ഡീറ്റെയിലിംഗ് വരുന്ന പോലെ. അതായത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈപ്പ് സ്ലീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് അതായത് ഒരു നോർമൽ സ്ട്രെയിറ്റ് ഫിറ്റ് അല്ലെങ്കിൽ നോർമൽ സ്ലീവ്ലെസ്സിലേക്ക്, അതായത് ഭയങ്കര തിന്നർ സൈഡിലേക്കുള്ളവർക്കാണത്. ഭയങ്കരമായിട്ട് ഒരു സ്ലീവ്ലെസ് സൈഡിലേക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് അത്രയും സ്ലീവ്ലെസ്സിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ നമുക്ക് ബൾക്കായിട്ട് തോന്നുന്ന പോലത്തെ സ്ലീവുകൾ യൂസ് ചെയ്യുന്നതാണ്. പഫ് സ്ലീവ്സ് ഉണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് കുറേ ഡീറ്റെയിലിംഗ് വരുന്ന പോലത്തെ സ്ലീവ്സ് ഒത്തിരി ഇപ്പം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫുൾ സ്ലീവിൽ വരുന്ന, അതായത് ഇപ്പം മെൻസിനാണെങ്കിൽ ഫുൾ സ്ലീവ് തന്നെ നോക്കിയിട്ട് ഹാഫായിട്ട് നമുക്ക് മടക്കി വെച്ച് അങ്ങനെ യൂസ് ചെയ്യാം. ടീഷർട്ടൊക്കെ ആണെങ്കിലും മാക്സിമം നമ്മൾ ഫുൾ സ്ലീവിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ ഡെനിം അല്ലെങ്കിൽ ജീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വൈഡ് ലെഗ് ആയിട്ടുള്ള ജീൻസ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒത്തിരി ബാഗി ജീൻസൊക്കെ അവൈലബിൾ ആണ്. ബാഗി ജീൻസൊക്കെ കൂടുതലും നന്നായി സ്യൂട്ട് ആവുന്നത് ഈ ഒരു തിന്നർ സൈഡിലേക്ക് വരുന്നവർക്കാണ്. കൂടുതലും നമുക്ക് കുറച്ചുകൂടെ ബാഗി ആയിട്ടുള്ളത് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബൾക്ക് സൈഡിലേക്ക് പോയതുപോലെയാണ് നമ്മുടെ ഫിഗർ കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ബോട്ടത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ടോപ്പ് സെലക്ട് ചെയ്യുക. അതായത് ബാഗി ജീൻസ് ആകുമ്പോൾ ഒത്തിരി ബൾക്കായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള നിൽക്കുന്ന പോലത്തെ ടോപ്സ് യൂസ് ചെയ്യാണ്ട് കുറച്ചുകൂടെ ഫിറ്റഡ് ആയിട്ടുള്ള വെർഷൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ലീവ് കാര്യങ്ങൾ നോക്കുക. കുറച്ചുകൂടെ ഹെവി ആയിട്ട് വലിയ വർക്ക് വരുന്ന പ്രിൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. വലിയ വർക്കുകൾ വരുന്ന പ്രിൻ്റുള്ള ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ പോലെ ബൾക്കി സൈഡിലേക്കുള്ള പോലെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ഫാറ്ററായിട്ട് നമ്മൾ തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസ് ഈ പറഞ്ഞ ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ഫ്ലോറൽ പാറ്റേൺസും വലിയ പ്രിന്റ് മാക്സിമം ചൂസ് ചെയ്യുക. ചെറിയ പ്രിന്റിന്, അതായത് സിംഗിൾ കളേഴ്സ് ഓക്കെയാണ്, പക്ഷെ കൂടുതലും സിംഗിൾ കളേഴ്സിനേക്കാളും നമ്മൾ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. സിംഗിൾ ആകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ തിന്നർ സൈഡിലേക്ക് പോകാനും നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് തോന്നിപ്പിക്കാനും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ചുകൂടെ തോന്നിപ്പിക്കണം എന്നുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഒറ്റ കളറിൽ വരുന്ന പോലെയുള്ള ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവരുത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആണെങ്കിൽ ഇതിലും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ബെൽറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഞാൻ പിന്നെയും പറയാം, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതായത് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നതിൽ ഡ്രസ്സിങ് മാത്രമല്ല, വെറുതെ ഒരു ഡ്രസ്സ് എടുത്തിടുന്നത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ സ്റ്റൈലിംഗ് പാർട്ടും കൂടെ നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ആൻഡ് ഇനി വരുന്നത് നമുക്ക് കുറച്ച് ഫാറ്റി സൈഡിലേക്കുള്ളവർക്കാണ്. ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഈ എന്താ പറയുക, മെലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ തിന്നർ സൈഡ് എന്ന് പറയുന്നവർക്ക് കുറച്ച് വണ്ണം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഇടേണ്ടതെങ്കിൽ, ഫാറ്റി സൈഡ് ആണെങ്കിൽ അവരെ കുറച്ചൊന്ന്
കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ളതായിരിക്കും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. ആ ബോഡി ടൈപ്പിനെ അങ്ങനെ തന്നെ ബ്യൂട്ടിഫുള്ളായി കാണിക്കുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പറ്റുന്നത് സ്മോൾ പ്രിൻറ്റ്സ് യൂസ് ചെയ്യുക, ലൈൻസ് യൂസ് ചെയ്യുക, വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്യരുത്, അതുപോലെ ലൈൻസ് യൂസ് ചെയ്യുക. പിന്നെ നോക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള പോലത്തെ ക്ലോത്ത് നോക്കുക. അതായത് ഹെവി ആയിട്ടുള്ള ക്ലോത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെയും നമ്മൾ കുറച്ചുകൂടെ ബിഗർ സൈസിലേക്ക് പോകും. സോ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഫാബ്രിക്കുകൾ ചൂസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആക്സസറീസ് യൂസ് ചെയ്യുക. ബോട്ടം സൈഡിലേക്ക് വരുവാണെങ്കിലും ഓവർ ബാഗായിട്ട്, ഇപ്പോൾ ബാഗ് പൊതുവേ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരിതാണ് എങ്കിലും ചിലവർ അത് ചൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് പോകുന്നവരുണ്ട്. എങ്കിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ ഫിറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മളെ കുറച്ചുകൂടെ ഒതുക്കി കാണിക്കും. സോ ആ ഒരു ടൈപ്പായിട്ട്, അതുപോലെ എ ലൈൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ നോക്കുക. പിന്നെ ആപ്പിൾ ഷേപ്പ് പോലെയുള്ളവരാണെങ്കിൽ ഇതിൽ വരുന്ന ഈ ഒരു സൈഡിൽ വരുന്നതാണ് ഈ ആപ്പിൾ ഷേപ്പൊക്കെ, വീനെക്ക് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റവർ വീനെക്കിലുള്ളത് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവർ വീനെക്ക് കൊടുക്കുക. കുറച്ചുകൂടെ ആ ഒരു ഇപ്പോൾ കോളറാണെങ്കിലും ആ ഒരു വി ഷേപ്പിൽ വരുന്ന രീതിയിൽ വന്നിട്ടുള്ള കോളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ തിന്നറായിട്ട് കാണിക്കാൻ യൂസ്ഫുള്ളാണ്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് അവൈലബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ മാറി നിൽക്കേ തന്നെ നമുക്ക് ഏതൊരു ഡ്രസ്സും വെയർ ചെയ്യാവുന്നതാണ്, ഏതൊരു ഫാബ്രിക്കും ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ബോഡിയാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് വെയർ ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ അതിനനുസരിച്ച് അത് ആക്സസറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കാൻ പറ്റും. സോ ഇപ്പം നമുക്കിവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു, ഈസ്റ്റർ സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക്, ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാരീസിലും റണ്ണിങ് ഫാബ്രിക്സിലുമാണ്. സോ സാരിയുടെ സൈഡിലേക്ക് വരുമ്പം ഈ പറഞ്ഞ ബോഡി ടൈപ്പിലുള്ളവർക്ക് എങ്ങനെ സാരിയിൽ നിങ്ങളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പറഞ്ഞ ലീനർ സൈഡിലേക്കുള്ളവർക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ ആ ഒരു ബോഡി ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സാരി ഉടുക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്യുമ്പം ഡബിൾ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്തിട്ട് സാരി വെയർ ചെയ്യുകയാണെങ്കിൽ, ഡബിൾ അണ്ടർ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്കേർട്ട് നമ്മൾ നോർമലായിട്ട് വെയർ ചെയ്തിട്ട് അതിനടിയിൽ ഒരു സ്കേർട്ട് കൂടെ കുറച്ചൊന്ന് അതിനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്കത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം ആ ഒരു ഡബിൾ സ്കേർട്ട് മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട്, അതല്ലാണ്ട് ഇപ്പം നമുക്ക് ഒത്തിരി എന്താ പറയുക ബോഡി ഷേപ്പ് ചെയ്യുന്ന പോലത്തെ ഇന്നർ വെയേഴ്സ് കിട്ടുന്നുണ്ട്. കുറേ ബോഡി ഷേപ്പിംഗ് ആയിട്ടുള്ള കുറേ ഗാർമെൻറ്റ്സ് നമുക്കിപ്പം റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ട്രഡീഷണൽ പെറ്റിക്കോട്ട്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വണ്ണുള്ള സൈഡിലേക്കാണെങ്കിൽ നോക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഫിഷ് കട്ട് ഷേപ്പിൽ വരുന്ന പോലത്തെ കുറച്ചുകൂടെ ഹഗിങ് സൈഡിലേക്ക് വരുന്ന പോലത്തെ സ്കേർട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബോഡി ഷേപ്പൊക്കെ, അതായത് നമ്മുടെ ആ ഒരു ടൈസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നിട്ട് വരുന്ന പോലത്തെ രീതിയിൽ നമുക്ക് സ്കേർട്ട് വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. സോ ആ ഒരു ഇപ്പം കൂടുതലായിട്ട് ആ ഒരു ഫിഷ് കട്ട് സ്കേർട്ടാണ് എല്ലാവരും യൂസ് ചെയ്തത്. സോ ആ ഒരു സൈഡിലേക്ക് വരുന്ന സ്കേർട്ട് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഡ്രേപ്പ് ചെയ്യാം. പിന്നെ ഡ്രേപ്പിങ്ങിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുന്ന രീതി അത്ര ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏതൊരു ഫിഗർ ആണെങ്കിലും നമുക്ക് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ കാണിക്കാൻ പറ്റും. സോ സാരി ചൂസ് ചെയ്യുമ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റഡ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അതൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം സാരിയിലേക്ക് വരുമ്പോൾ അത്ര ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് ഏതൊരു ബോഡി ടൈപ്പിനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർമെൻ്റ് ആണ് സാരി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയൊക്കെ ഭംഗിയാക്കി കാണിക്കാൻ പറ്റുമോ അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൈഡും കൂടിയാണ് സാരി എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഓരോ ബോഡി ടൈപ്പും യുണീക്കാണ്, എല്ലാ ബോഡി ടൈപ്പും ബ്യൂട്ടിഫുള്ളാണ്. നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ്, നമ്മുടെ മേലെ എത്ര കോൺഫിഡൻ്റ് എന്നനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നന്നായി ഡ്രസ്സപ്പ് ചെയ്യുക, മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നീറ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക. ആൻഡ് എന്താ പറയുക, നമ്മുടെ ബോഡിയെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കത്തില്ല. സോ നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക.
അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ ഇതുപോലെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്, പുതിയ ഒത്തിരി കണ്ടൻറ്റ്സ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇൻഫോർമേറ്റീവ് സൈഡാണ്, കുറേയൊക്കെ നമ്മുടെ ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ പുതിയ ഇതുപോലത്തെ വീഡിയോസ് കാണാനും ഇൻട്രാക്ട് ചെയ്യാനുമായിട്ട് ഹോണർ ഏജൻസിയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.